ഞാൻ ഇന്നിവിടെ വന്നത് പുതിയകാവ് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയിലെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ചാണ്. തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ചും പൊയ്കയിൽ യോഹന്നാനെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. തൈക്കാട് അയ്യാഗുരു എന്ന് പറയുമ്പോൾ തൈക്കാട് അയ്യാഗുരുവിൻ്റെ യഥാർത്ഥ പേരെന്തായിരുന്നു? സുബ്ബരായർ എന്നറിയപ്പെട്ടിരുന്നത് ആരായിരുന്നു? സുബ്ബരായർ. ആരുടെ പേരാണ്? തൈക്കാട് അയ്യാഗുരുവിൻ്റെ പേരാണ്. അതുപോലെ സുബ്ബരായർ ഇസ് ദ റിയൽ നെയിം ഓഫ് തൈക്കാട് അയ്യാഗുരു. അതുപോലെ പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യാഗുരു ഏതു പേരിൽ അറിയപ്പെടുന്നു? തൈക്കാട് അയ്യാഗുരു അറിയപ്പെടുന്നത് കേരളത്തിൻ്റെ വർത്തമാന മഹാവീരൻ എന്നാണ്. കേരളത്തിൻ്റെ വർത്തമാന മഹാവീരൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? തൈക്കാട് അയ്യാഗുരുവിനെയാണ്. തൈക്കാട് അയ്യാഗുരു ഈസ് നോൺ ആസ് വർത്തമാന മഹാവീര ഓഫ് കേരള. കേരളത്തിലെ വർത്തമാന മഹാവീരൻ എന്ന് അറിയപ്പെടുന്നു. അതുപോലെ തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. തൈക്കാട് അയ്യാഗുരുവാണ് 19-ാം നൂറ്റാണ്ടിൽ പന്തിഭോജനം നടത്തിയത്. കേട്ടോ, തൈക്കാട് അയ്യാഗുരു സ്റ്റാർട്ടഡ് പന്തിഭോജനം ഓൺ 19th century. 19-ാം നൂറ്റാണ്ടിൽ പന്തിഭോജനം നടത്തിയത് ആരാണ്? തൈക്കാട് അയ്യാഗുരുവാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സോഷ്യൽ റിഫോർമർ ആയിരുന്നു ആര്? സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ആര്? തൈക്കാട് അയ്യാഗുരു. തൈക്കാട് അയ്യാഗുരു വാസ് ദ ഫസ്റ്റ് സോഷ്യൽ റിഫോർമർ ഓഫ് കേരള. അതുപോലെ പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? രാമായണപ്പാട്ട്, പഴനി ദൈവം. രാമായണപ്പാട്ട്, പഴനി ദൈവം ആരുടെ ബുക്കുകളാണ്? തൈക്കാട് അയ്യാഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ബുക്കുകളാണ്. മേജർ വർക്ക്സ് ഓഫ് തൈക്കാട് അയ്യാഗുരു. ആൻസർ എന്താണ്? രാമായണപ്പാട്ട്, പഴനി ദൈവം. അതുപോലെ തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തൈക്കാട് അയ്യാഗുരുവിൻ്റെ ഗുരു ആരായിരുന്നു? തൈക്കാട് അയ്യാഗുരുവിൻ്റെ ഗുരു ആരായിരുന്നു? വൈകുണ്ഠം സ്വാമികൾ. ഗുരു ഓഫ് തൈക്കാട് അയ്യാഗുരു. ആൻസർ വൈകുണ്ഠം സ്വാമികൾ. അതുപോലെ തൈക്കാട് അയ്യാഗുരു ഏതു പേരിലും അറിയപ്പെട്ടിരുന്നു? സൂപ്രണ്ട് അയ്യ എന്നും അറിയപ്പെട്ടിരുന്നു. തൈക്കാട് അയ്യാഗുരു ഈസ് നോൺ ആസ് സൂപ്രണ്ട് അയ്യ. അതുപോലെ തൈക്കാട് അയ്യാഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവിതാംകൂർ മഹാരാജാവായ സ്വാതിരുനാള്, ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ തുടങ്ങിയവർ ആരുടെ ശിഷ്യനായിരുന്നു? തൈക്കാട് അയ്യാഗുരുവിൻ്റെ ശിഷ്യന്മാരായിരുന്നു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവായ ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും